സ്റ്റാർട്ടായി മോളെ. ചേട്ടാ ആ അപ്പോ ഇതാണ് ആ ഫയല്. എന്റെ കയ്യിലൊരു വിലങ്ങ് വീഴാൻ പാകത്തിനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇതുപോലെ വേറെന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. നമ്മൾ അവസാനം കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ അത്? ഇനി നമ്മൾ കാണുന്ന അന്ന് നിന്റെ മരണമാണെന്ന്. നീ ആരോടും പഴയ കഥകൾ പറഞ്ഞു പോകില്ല എന്ന് നീ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ വിശ്വസിച്ചു. എന്നാ നീ വാക്ക് പാലിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്ന് ക്ഷമിച്ചതുപോലെ എന്നോട് ഒരു തവണ കൂടി ക്ഷമിക്കണം പ്ലീസ്. അതിന് അന്ന് ഞാൻ ക്ഷമിച്ചോന്ന് നിന്നോട് ആരാ പറഞ്ഞു? നിന്റെ ഭാര്യ അപകടം പറ്റി മരിച്ചു എന്നല്ലേ നിനക്കറിയാവുന്നത്? അതെങ്ങനെയെന്നറിയില്ലല്ലോ. നടു റോഡിൽ അന്ന് അവളെ ഇടിച്ചു തെറിപ്പിച്ച കാറ് എന്റേതാ. അതോടിച്ചിരുന്നത് ഈ അവന്തിക്ക്. മറ്റാരേക്കാളും എന്നെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയാം നിനക്ക്. ആ നീ എന്തിനാ ഭാര്യയെ നിർത്തി ചെക്ക് വെച്ചത്? പാവം, എത്ര വർഷം കൂടി ജീവിക്കേണ്ടതായിരുന്നു. എന്തിനാ എന്തിനാ പാവത്തിനെ? എന്നിട്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടിയേ? പാവം എന്റെ പ്രവീണ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ വേഗം വരുന്നൊരു വാചകം അത്. മാഡം പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അറിയാലോ എനിക്ക് 2 പെൺമക്കളാ. എനിക്കെന്തെങ്കിലും വന്നു പോയാൽ അവർക്ക് പിന്നെ ആരുമില്ല. തന്തയും തള്ളയും ഇല്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ സാഹചര്യം എല്ലാവരേക്കാൾ നന്നായി എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. നീ പേടിക്കണ്ട, അവര് 2 പേരെ നെല്ലിശ്ശേരി കമ്പനിയുടെ ചെലവിൽ ഞാൻ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിക്കോളാം. നിന്റെ ഭാര്യയെ കൊന്നേനും ഇപ്പൊ നിന്നെ കൊല്ലാൻ പോകുന്നതിന്റെ പാപത്തിനൊക്കെ ആ പുണ്യപ്രവൃത്തി ബാലൻസ് ആയിക്കോളും. കൊന്നാ പാപം തിന്നാ തീരുന്നാ. നിന്റെ മക്കൾക്കൊരു ജീവിതം കൊടുത്ത് ആ പാപം ഞാനങ്ങ് തീർത്തേക്കാം. അർച്ചന വീണ്ടും ഇവിടെ വന്ന് നിന്നെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോ ഇന്നത്തെ പോലെ നീ വീണ്ടും പതറും. എല്ലാവർക്കും രക്ഷകനായി നിനക്ക് അവതരിക്കണം എന്ന് തോന്നും. ഇനി അങ്ങനെ തോന്നുന്നിടത്ത് അവന്തികയുടെ പരാജയം. വലിയ വലിയ അവസരങ്ങള് ജീവിതത്തിൽ ഒരിക്കലേ കിട്ടും. പ്രത്യേകിച്ചും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാനുള്ള അവസരം. ഈശ്വരനായി തന്ന ആ ഭാഗ്യാവസരം നീ നല്ല ഭംഗിയായിട്ട് ദുർവിനിയോഗം ചെയ്തു. ഇനി നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിന്റെ കോടതിയിലായാലും അവന്തികയുടെ കോടതിയിലായാലും ചതിക്ക് ഒരു ശിക്ഷയേ ഉള്ളൂ, ഒരേ ഒരു ശിക്ഷ. No! Madam! No, no! Madam, please! No! 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 Madam, വേണ്ട! No! No, no! വേണ്ട! No!
ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ ചേട്ടാ, വിജയന് ആ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഡെഡ് ബോഡി മറവ് ചെയ്തിരിക്കണം. അത്രയൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ആ സേവ്യറിന്റെ ശവക്കല്ലറയില്ലേ, അതിന്ന് രാത്രി ഒന്ന് ഇളക്കി മാറ്റി വിജയെ സേവ്യറിന്റെ കൂടെ കിടത്തി കല്ലറ മൂടിയേക്ക. ദാറ്റ്സ് ഓൾ. ഒന്നേ ഒരു ചോദ്യം ഒരു ഉത്തരം. ആ മാനേജർ വിജയെ നിങ്ങൾ എന്താ ചെയ്തത്? ഏത് മാനേജർ? ഏത് വിജയ്? ഓ, നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന പൈസ തട്ടിപ്പുകാരനെ കുറിച്ചാണോ അർച്ചന ചോദിച്ചേ? ആ, അയാളെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. ഇപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ? അർച്ചന അയാളെ കണ്ടിരുന്നോ? ഇന്ന് കണ്ടിരുന്നു. ഇനി കാണുമെന്ന് എനിക്ക് വിശ്വാസവും ഇല്ല.
നിങ്ങൾ എന്തിനാ വിജയുടെ വീട്ടിൽ പോയത്? ആര് പോയെന്ന്? ഞാനോ? ഞാൻ കണ്ട കാര്യമായി ചോദിക്കുന്നത്. എന്നാ ഞാൻ ചെയ്യാത്ത കാര്യമായി പറയുന്നേ. ഞാൻ ആരെയും കാണാൻ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്കറിയാം. അർച്ചന പ്ലീസ്, ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുത്. കുറച്ചു ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ പോലും പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഇത് ഞാൻ സമ്മതിച്ചെന്നേനെ. എന്നാലിപ്പോ അങ്ങനല്ല. മറ്റാർക്കും ഒരു ശല്യം ആവരുതെന്ന് കരുതി ഒതുങ്ങിക്കൂടുന്ന എന്നെ പിന്നെയും പിന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അർച്ചന പറയുന്ന ഈ മാനേജറെ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. അയാളുടെ കാലിന് എന്താ പറ്റിയെന്നറിയോ നിങ്ങക്ക്? അറിയാം. ഞാനും എൻ്റെ ആൾക്കാരും ചേർന്ന് തല്ലിയതാ. അതെന്റെ പഴയ ജീവിതത്തിലെ ഒരു സംഭവം മാത്രം. അതിനും കൂടിയാ ഞാൻ ഈശ്വരനോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. അതുകൊണ്ട് അവന്തിയുടെ ഭൂതകാലത്തെ പറ്റി ഒരു സംസാരം വേണ്ട നമുക്ക്. മാനേജർ വിജയുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നല്ല പിള്ള ചമയുമ്പോഴും അവന്തിക പഴയ അവന്തിക തന്നെയെന്ന് എനിക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ എടുത്തെണിഞ്ഞിരിക്കുന്ന ഈ ചെന്നായയുടെ ആട്ടിൻതോലണിഞ്ഞ വേഷം ഊരി വെപ്പിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല. എന്താ, അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത്. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹതയില്ല മാനേജറെ. അങ്ങനെയാണ്. ആ മാനേജർ വിജയെ എന്ത് ചെയ്തു എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യത്തിന് കാരണങ്ങളില്ലാത്തൊരു ഞെട്ടൽ നിങ്ങളുടെ മുഖത്തുണ്ടായി. ആ ഞെട്ടലിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥമാണെങ്കിൽ അവന്തിക കമ്പിയഴി എണ്ണാൻ കാത്തിരുന്നു. അഥവാ അവസാനം നിങ്ങൾക്ക് ജയിൽ ജീവിതം നഷ്ടമാവുമെന്ന് തോന്നിയ ആ അവസരം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. എന്റെ ഭർത്താവിനും വീട്ടുകാർക്കും സ്വൈര്യമായി ജീവിക്കാൻ ഇനി ആരെങ്കിലും കൊല്ലാനാണ് വിധിയെങ്കിൽ അതും ഞാൻ ചെയ്യും. എന്റെ സച്ചേട്ടന് വേണ്ടിയാവുമ്പോൾ സന്തോഷത്തോടെ ഞാൻ ചെയ്യും. നിങ്ങളുടെ വാക്ക് കടമെടുത്ത് ഞാൻ പറയാം, നിന്നെ ഞാൻ കൊല്ലും. അതിന് ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനങ്ങ് സഹിച്ചു. മാനേജറെ കാണാതായതിനു പിന്നിൽ നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യമാണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. അർച്ചനയ്ക്ക് അങ്ങനൊരു ചിന്ത വേണ്ട. എല്ലാം വിധിയല്ലേ? അല്ല ഡോക്ടർ, ഞാൻ ആ മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത പോലെ ആയില്ലേ? ഞാൻ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ വരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ഞാൻ കരുതണമായിരുന്നു. ഞാനിപ്പോ ആ വീട്ടിൽ നിന്നാണ് വരുന്നത്. വിജയുടെ കരഞ്ഞു തളർന്ന മക്കളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിജയ് ജീവനോടെ ഉണ്ടോ മരിച്ചോന്ന് പോലും അവർക്കാർക്കും അറിയില്ല. അതാണ് പ്രശ്നം. അവന്തിക അയാളെ കൊന്നോ അതോ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും പാർപ്പിച്ചിരിക്കുകയാണോ എന്ന് നമുക്കറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തെങ്കിലും എടുത്തുചാട്ടം നടത്തിയ അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അയാളുടെ ജീവൻ ആപത്താവും. ഈ പറയുന്നതൊന്നും അല്ലാതെ ഒന്നിനും തെളിവില്ലല്ലോ.
തെളിവുണ്ടെങ്കിലോ? ഏ? ഒരു മനുഷ്യായുസിൽ ചെയ്യേണ്ട തെറ്റുകളെല്ലാം നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ഉടമയിൽ ഒരാളായ അവന്തിയോടൊപ്പം ചേർന്ന് അയാൾ ചെയ്തു കഴിഞ്ഞു. അവരെന്നെ ചതിച്ചു. ചോദ്യം ചെയ്ത എന്നെ അവർ കാലിന് സ്വാധീനമില്ലാത്തവനാക്കി, എന്റെ ജീവിതം വീൽ ചെയറിലാക്കി. അയാൾക്കറിയാമായിരുന്നു, ഇനി ഒരു തവണ കൂടി അയാൾ അവന്തികയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയ അയാളുടെ ജീവൻ അവന്തിക എടുക്കുമെന്ന്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ എന്റെ മരണത്തിന് ഉത്തരവാദി നെല്ലിശ്ശേരിയിലെ അവന്തിക മാത്രമായിരിക്കും. ഇതെന്റെ മരണമൊഴിയെ സ്വീകരിച്ച് നിയമ നടപടിയെടുക്കണം എന്ന് വിജയ് മാധവൻ. വിജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നെല്ലിശ്ശേരി വീട്ടിലെ ആരെങ്കിലും ഏൽപ്പിക്കാൻ വിജയ് എഴുതി മക്കളെ ഏൽപ്പിച്ചിരുന്നതായത്. ഇനി ഒന്നും ആലോചിക്കാനല്ല അർച്ചന, എത്രയും പെട്ടെന്ന് ഈ ഡയറി പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കണം നമുക്ക്. ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ആ CA ഇവിടെ ഉള്ളിടത്തോളം അവന്തിയെക്കെതിരെ എന്ത് നിയമ നടപടിക്ക് പോയാലും നമ്മൾ പരാജിതരാവുകയുള്ളൂ. എങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കണ്ട. ആ CAക്ക് മുകളിൽ ആളുണ്ടാവുമല്ലോ. ഞാൻ അതിൻ്റെ നിയമങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു ഡോക്ടർ. വിജയ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിസ്സിംഗ് കേസ് മാത്രമേ ആകൂ ഇത്. അത് അന്വേഷിക്കുന്നത് ഈ CA തന്നെ ആവും. പിന്നെ പറയണ്ടല്ലോ, ഈ ഡയറി അടക്കമുള്ള തെളിവുകൾ അയാൾ നശിപ്പിക്കും. അയാളെ കാണാതായതിൻ്റെ അന്ന് ഞാനിവിടെ പോയതിൻ്റെ തെളിവുകൾ അവരുണ്ടാക്കി വാദി പ്രതിയായി എന്നെ കുരുക്കും അവര്. പിന്നിപ്പോ എന്താ ചെയ്യണ്ടേ? അവന്തികയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന്തിക നെല്ലിശ്ശേരിയിൽ ഉണ്ടാവാൻ പാടില്ല. അതിനൊരിക്കലെല്ലാം അച്ഛനോട് പറയാൻ തുനിഞ്ഞിറങ്ങിയതുപോലെ ഒരിക്കൽ കൂടി ഇറങ്ങണം. എങ്കിൽ അർച്ചന ഇപ്പൊ തന്നെ അത് ചെയ്യുന്നതാ നല്ലത്. ഇനി സമയം കൊടുത്താ അവളത് ഏതൊക്കെ രീതിയിൽ മുതലെടുക്കുമെന്ന് അറിയില്ല. അതെ, ഇപ്പൊ ഞാൻ പോകുന്നത് അച്ഛനടുത്തേക്കാ. എല്ലാം പറയണം എനിക്ക്. അവന്തിയൊക്കെയുള്ള ആദ്യ ശിക്ഷ നെല്ലിശ്ശേരിയിൽ നിന്നാവട്ടെ. എന്നിട്ട് മതി നിയമം കൊടുക്കുന്ന ശിക്ഷ. അങ്ങനെ ഒരു മിസ്സിംഗ് കേസിലോ അതുപോലുള്ള ചെറിയ കേസുകളിലോ അല്ല അവന്തിയൊക്കെയുള്ള ശിക്ഷ നടപ്പാക്കേണ്ടത്. ചെയ്തു കൂട്ടിയതിനെല്ലാം കൂടി ഒരുമിച്ചാ. എപ്പോഴത്തെയും പോലെ ഇനി രക്ഷപ്പെടില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇനി കാണാം. നീ അങ്ങോട്ട് ചെല്ലുവെന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞോ? വിളിച്ചിട്ടുള്ള കിട്ടിയില്ല. മാത്രമല്ല സമയമുണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങും. അവിടെ പോകുന്ന ഉറപ്പില്ലെങ്കിൽ പിന്നെന്തിനാ ചേച്ചിക്ക് കൊടുക്കാൻ ഇതൊക്കെ കെട്ടിപ്പോഞ്ഞോണ്ട് പോകുന്നത്? അതെന്താ എന്റെ വീട്ടുകാർ തിന്നാ ഇതൊന്നും ഇറങ്ങില്ലേ? അല്ല, നീ എന്തിനാ ഇപ്പൊ അത്യാവശ്യപ്പെട്ട് നിന്റെ വീട്ടിലേക്ക് പോകുന്നത്? അമ്മയ്ക്ക് ഇന്നലെ കുടുംബശ്രീന്ന് ഒരു ചിട്ടി അടിച്ചു. അതിന്റെ നേർ പകുതി വാങ്ങണം. അല്ലെങ്കിൽ ആടിനെയോ കോഴിയോ വാങ്ങിച്ച് അവരത് തീർക്കും. അതിനു മുമ്പേ എനിക്ക് അവിടെ എത്തണം. അല്ല, ഇതെന്തിനാ വെറുതെ രണ്ടെണ്ണം കൊണ്ടുപോകുന്നേ? ആ, അത് നിനക്ക് അറിയില്ലല്ലേ. ഈ വിവാഹം കഴിഞ്ഞു പോയ പെൺമക്കള് തിരികെ സ്വന്തം വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ അവിടെയുള്ള ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊണ്ടുവരുന്ന പതിവുണ്ട്. കണ്ടില്ലേ, ഇത് അർച്ചനയ്ക്ക് അവിടെ കൊണ്ടു കൊടുക്കുന്ന പോലെ. നീ എന്നെ വിലാസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. ഇവിടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ. ആ, നോക്കട്ടെ അവിടുത്തെ അവസ്ഥ എന്താന്ന്. ദാ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ആ, ദാ ഇപ്പൊ ഇറങ്ങും. ആ, പിന്നെ നീ നെല്ലിശ്ശേരിയിലേക്ക് കയറുകയാണെങ്കിൽ അവന്തികയോട് ഒരു നന്ദി പറഞ്ഞേക്ക്. ആ പൈസ ഒന്ന് സഹായിച്ചതിന്. അവന്തികയെ കണ്ട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഓ, ഒരു ബുദ്ധിമുട്ട് ഇനി വേണ്ട. നന്ദിയൊക്കെ ഞാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. അനൂപേ, ആ പൈസയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതില്ല അച്ഛാ. ഇവളുടെ കാര്യമൊന്നും നടന്നു കിട്ടിയാൽ നമുക്കത് വേഗം തീർക്കാം. അതെ, എന്ത് ചെയ്തിട്ടായാലും വേഗം അത് കൊടുത്ത് തീർക്കണം. എന്ത് ചെയ്തിട്ട് കൊടുക്കാൻ? രൂപ 1 2 ഒന്നുമല്ല, 9 ലക്ഷം. ഈ 9 ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന് നമുക്കറിയോ? എത്ര പൂജ ഉണ്ടെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റും. അവരാരും അതിനെപ്പറ്റി ഇങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് കയറി പറഞ്ഞ് അവരെ അത് ഓർമ്മിപ്പിച്ച് അവസാനം ഇപ്പൊ അതെങ്ങനെ വേണോന്ന് പറഞ്ഞാ നമ്മളെന്ത് ചെയ്യും? ആ ഉണ്ട്, നമ്മളൊന്നും മിണ്ടാൻ പോണ്ട. എന്നാലും ഓർക്കുമ്പോ തിരികെ കൊടുക്കാം.
ഇല്ല കൊടുക്കണ്ട. അയ്യോ, ഇനി ഇവിടെ നിവൃത്തികേടും പറഞ്ഞു നിന്നാലേ എന്റെ ബസിന്റെ സമയം തെറ്റും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. എന്താ ഏട്ടാ?